പ്രൈസ് ഗാഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളെ, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ സംഭവങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കി തരുന്നതാണ് നമ്മുടെ ദൈവം. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, വലിയ കാര്യങ്ങൾ ചെയ്യണ്ട. ഉദാഹരണത്തിന് അടുക്കളയിലെ സകല പണികളും ചെയ്യാനല്ല ദൈവം പറഞ്ഞത്. നമ്മൾ കുഞ്ഞുങ്ങളല്ലേ, ഇച്ചിരി സഹായിക്കുക, അമ്മയും പപ്പയെ സഹായിക്കുക. ഇനി പഠിക്കുന്ന കാര്യത്തിൽ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും നിങ്ങൾ പഠിക്കണ്ട. എല്ലാ അറിവും ഇപ്പം തന്നെ സ്വായത്തമാക്കണമെന്നില്ല. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, കുറച്ച് സബ്ജക്ട്സ് ഇല്ലേ, അത് പഠിച്ചാൽ മതി. 24 മണിക്കൂറും നിങ്ങൾ ദൈവത്തെ വിളിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി ഇരിക്കണം എന്ന് ഈശോ വാശി പിടിക്കുന്നില്ല. ഈശോ പറയുന്ന 1 മണിക്കൂർ, ആ 24 മണിക്കൂർ ഒരു മണിക്കൂർ നീ പ്രാർത്ഥിക്കുന്നില്ലേ പറയുന്നേ. അത് നമുക്ക് പറ്റുന്നതല്ലേ, അഫോർഡബിൾ അല്ലേ, ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പം മുതിർന്നവരെ അവരെന്തെങ്കിലും കാരണം കണ്ട് നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മൾ തിരിച്ച് അതിനോടൊപ്പം നമ്മളിങ്ങനെ വെടിവെക്കണോ? വാക്കുകൾ കൊണ്ട് വേണ്ട. നമ്മൾ ഇത്തിരി സൈലൻ്റായി നിൽക്കുക, ഒരു സോറി പറയുക, തീർന്നില്ലേ? ഇത്രയൊക്കെയല്ലേ തമ്പുരാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ ആഴമേറിയ വിശ്വാസത്തോടെ ഒന്ന് ചെയ്ത് നോക്കിക്കേ, വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. സിസ്റ്റർ ഉറപ്പാണ്. ഇനി അത് ഉറപ്പിക്കാൻ വേണ്ടി, ഈ പശയിട്ട് നമ്മൾ ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ബൈബിളിലെ ചില കഥകളിലൂടെ കടന്നു പോവാം. കഥകളേക്കാൾ ഉപരി സംഭവങ്ങളാണ്, നടന്ന സംഭവങ്ങൾ. ഓക്കെ, മോശ എടുക്കാം. മോശ ആരാ? മോശ ഒരു അങ്കിളാണ്, താടിയും മുടിയൊക്കെ ഉള്ള പ്രായമുള്ള അങ്കിള്. പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വൺ മാൻ ഷോ, ഒറ്റയ്ക്ക് നിന്ന് നയിച്ച് ഗൈഡ് ചെയ്ത് അവരെ അക്കരെ കാനാൻ ദേശത്ത് എത്തിച്ച ഒരു അങ്കിളായ മോശ. അപ്പോൾ ഈ മോശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു സ്നേഹിതനെ പോലെയാണ് കാണുന്നത്. നമുക്ക് കൂട്ടുകാരില്ലേ, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലേ. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് എന്തും പറയാം. മാത്രമല്ല നമ്മൾ അവരെ തോളി കൈയിടും, നമുക്ക് ചേർത്ത് പിടിക്കാം, അടുത്തിരിക്കാം, കഥകൾ പറയാം. അതുപോലെയാണ് ദൈവത്തോട് മോശ ഇടപെട്ടിരുന്നത്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം പോണ വഴിക്ക് ഭയങ്കര മരുഭൂമിയാണ്. മരുഭൂമി അറിയാലോ, ഡെസേർട്ട്, വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണമില്ല, അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥ. അങ്ങനെയായപ്പം ഈ വന്ന ആൾക്കാരൊക്കെ തിരിഞ്ഞ് മോശയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. നീ ഒരൊറ്റ മനുഷ്യനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇപ്പം വെള്ളമില്ല, ഭക്ഷണമില്ല, നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ആൾക്കാരൊക്കെ വയലൻ്റായാലുള്ള ലക്ഷണം എന്താ മക്കളെ? നമ്മളെ കടിച്ചു കീറുമല്ലേ, അവസാനം കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ഒരു ടെൻഡൻസി ഈ വയലൻ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നവർക്ക് തോന്നാം. അതുപോലെ ഇത്രയും ആൾക്കാർ ദേഷ്യപ്പെട്ടാലുള്ള അവസ്ഥ. അപ്പം പാവം മോശ ഓടിപ്പോയാൽ പുള്ളിക്ക് ആകെപ്പാടുള്ള ആശ്രയമുള്ളത് ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ അടുത്ത് ഓടിപ്പോയി പറഞ്ഞു, എൻ്റെ ദൈവമേ, കണ്ടോ ഇത്രയും പേർക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഞാനാണോ അവരെ പ്രസവിച്ചത്? ഞാനാണോ അവരെ വാഗ്ദാനം ചെയ്ത് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്? കണ്ടോ, ഒരു സ്നേഹിതനെ പോലെ. അപ്പൊ ദൈവം തിരിച്ച് മോശയോട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ കഥ വേണമെങ്കിൽ സംഖ്യ 11-ാം അധ്യായം ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം 11:23 പറയുന്നത്, കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എൻ്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എൻ്റെ വാക്ക് നിറവേറുവോ ഇല്ലയോ എന്ന് നീ കാണും. നമ്മൾ പറയില്ലേ കൂട്ടുകാരുടെ അടുത്ത്, നീ നോക്കടാ പറയുന്നത് ശരിയാണോ എന്ന് നീ കൊണ്ടറിയൂ എന്നൊക്കെ പറയില്ലേ. അതുപോലെ ദൈവം തിരിച്ച് മോശയോട് പറയുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ക്ലൈമാക്സ് എന്താ? ഈ വിശ്വാസത്തോടു കൂടി അങ്കിള് പോയി പറയുന്നു, മോശ പോയി പറയുന്നു. 1-2 ദിവസമല്ല, 40 ദിവസമല്ല, 40 വർഷം അവർക്ക് ഭക്ഷണത്തിനുള്ളത് മീറ്റ് കൊടുത്തു. മീറ്റിനായിരുന്നു അവരുടെ ഒരു പ്രധാന പ്രശ്നം. വെജിറ്റബിൾ പോരാ, മീറ്റ് തന്നെ വേണം. ദൈവം അത് കൊടുത്തു. രണ്ടാമത് അവർക്ക് വെള്ളമില്ലല്ലോ, അപ്പോൾ പറയുന്നത് വെള്ളവും കൊടുത്തു 40 വർഷം. അപ്പോൾ ആ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, സിസ്റ്റർ പറഞ്ഞതെന്ന്, ചെറിയ കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ ദൈവം ചോദിച്ചു, എൻ്റെ കുട്ടാ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഈ ഉണക്കക്കമ്പ്, പച്ച പോലും അല്ല, ഉണക്കക്കമ്പ്. അപ്പം പറയും, ഈ കമ്പ് കൊണ്ട് ഈ വലിയ പാറയിൽ നീ ഒന്ന് അടിച്ചാൽ മതി. ഓക്കെ, ഭയങ്കരമായിട്ട് അടിക്കണ്ടേ, നീ ഒന്ന് അടിച്ചാൽ മതി. അടിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ മക്കളെ, നമ്മൾ ഇങ്ങനെ ആഞ്ഞ് അടിക്കുന്നില്ല, അടിച്ചാൽ മതി. ഈ അടിച്ചപ്പോൾ എന്നാ സംഭവിച്ചേ? വെള്ളം ഈ പാറയ്ക്കകത്തുനിന്ന് പൊട്ടി ഒഴുകി. അതാണ് വിശ്വാസം, അതാണ് സ്നേഹം. ഇപ്പം നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് സംഭവിക്കുമോ? ഈ പാറയിൽ ഇതിലടിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് സിസ്റ്ററിന് അങ്ങനെ അത്ര വിശ്വാസമൊന്നുമില്ല. പക്ഷെ ദൈവം പറഞ്ഞിട്ട് ആ വിശ്വാസത്തോടെ അടിച്ചാൽ എന്തെങ്കിലും നടക്കും. ഓക്കെ, അതാണ് വിശ്വാസം. ഇനി അടുത്ത് മോശ കഴിഞ്ഞ് വരുന്നതാണ് ജോഷുവ. എന്നുവെച്ചാൽ മോശ കാനാൻ ദേശം അറ്റം എത്തിയില്ല, അതിനു മുമ്പ് ദൈവം വേറൊരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു, അതാണ് ജോഷുവ. ഈ ജോഷുവയോട് ദൈവം പറയുന്നു, ജെറീക്കോ പട്ടണം കീഴടക്കണം. ഓക്കെ, അതിനുവേണ്ടി ചെയ്യുന്നത് ഒന്ന് ചിരിക്കുക.
നിങ്ങളെല്ലാവരും കൂടി ആ പുരോഹിതരും ജനങ്ങളും ആബാലവൃത്തം ജനങ്ങളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും കൂടി 7 തവണ പ്രദക്ഷിണം വയ്ക്കുക ആ പട്ടണത്തിന് ചുറ്റും. അതിനുശേഷം എന്ന് പറഞ്ഞ് അട്ടഹസിച്ചങ്ങ് ചിരിക്കുക. ജെറിക്കോ മതിൽ പൊളിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് അട്ടഹസിച്ച് ചിരിച്ച ഇവിടുത്തെ ഒരു പൊടി പോലും പോകത്തില്ല, ഒരു പേപ്പർ പോലും അനങ്ങത്തില്ല അല്ലേ. പക്ഷെ കർത്താവ് പറഞ്ഞു അട്ടഹസിച്ചിരിക്കാൻ. അത് അവർ 100% ആത്മാർത്ഥതയിൽ 7 തവണ കറങ്ങി അട്ടഹസിച്ചങ്ങ് ചിരിച്ചപ്പോൾ എൻ്റെ കൂട്ട ഇതുപോലെ ബിൽഡിങ് ചിരിച്ച് കൊളാപ്സ് ചെയ്യാൻ ഇട്ടിട്ടില്ല, എല്ലാ തവിട് പൊടിയായിട്ട് എല്ലാം അത് നിപതിച്ചു, തറയിൽ വീണു. അതാണ് മക്കളെ വിശ്വാസവും സ്നേഹം. പറഞ്ഞാൽ നമ്മൾ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കും. ഓക്കെ, ഇത് ഇനി വേറൊരു സംഭവം. നമ്മൾ നാമാനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഏലിയ പ്രവാചകൻ ഭയങ്കര ശക്തനാണ്. ഒന്ന് പറഞ്ഞാൽ അത് നടന്നിരിക്കും, അത്ര ദൈവത്തോട് അടുപ്പവും വിശ്വാസവുമാണ് ദൈവത്തോട്. അപ്പോൾ നാമാൻ എന്ന് പറയുന്ന ആള് വിജാതീയനായ ആള്, ദൈവവിശ്വാസി അല്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിനോട് കേട്ടറിഞ്ഞ് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ കുഷ്ഠം. കുഷ്ഠം എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലോ, വിരല് പകുതിയെ കാണത്തുള്ളൂ, ഇങ്ങനെ പൊളിഞ്ഞു പോണ, തൊലിയൊക്കെ പൊളിഞ്ഞു ഭയങ്കര വിരൂപമായിരിക്കും. അങ്ങനെയായി മാറും ആ അസുഖം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഉള്ള ആള്, പക്ഷേ അയാൾ ഹൈ പ്രൊഫൈലാണ്, വലിയ നല്ല മനുഷ്യനാണ്, എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള, രാജ്യത്തിൽ ഭയങ്കര സംഭാവന കൊടുക്കുന്ന ഒരാൾ. അദ്ദേഹം വരുമ്പോൾ ഈ നമ്മുടെ ഏലിയ പ്രവാചകൻ പറഞ്ഞു, നീ അപ്പുറത്ത് ജോർദാനിൽ പോയി ഒന്ന് 7 തവണ ഇങ്ങനെ മുങ്ങുക, കുളിക്കുക, അപ്പോൾ സംഭവം ശരിയാവും. പക്ഷേ പുള്ളിക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിലും കൂടെ വന്ന ഭടന്മാരുടെ വിശ്വാസം, അവരുടെ പ്രോത്സാഹനം കാരണം പുള്ളി പോയി ആ ജോർദാൻ നദിയിൽ പോയി 7 തവണ ഇങ്ങനെ മുങ്ങി കുളിച്ചപ്പോൾ ഇതെല്ലാം മാറി. ഭയങ്കര ക്യൂട്ടുള്ള കൈയായിട്ട്, അല്ല മിടവടക്കനായിട്ടുള്ള ശരീരവും തൊലിയുള്ള മനുഷ്യനായി മാറി. ഇതാണ് മക്കളെ വിശ്വാസം. പറഞ്ഞ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് ചെയ്യണം. നമ്മളോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിക്കും യുക്തിക്കും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യും. വിശ്വാസം, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റെന്തിനേക്കാൾ ഉപരി, മറ്റാരേക്കാൾ ഉപരി, എനിക്കുള്ള വസ്തുക്കളെക്കാൾ ഉപരി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ, ലാപ്പ്, ടാപ്പ് ഇതൊക്കെ കാണുമല്ലോ, അല്ല, ഹോം സ്ക്രീനൊക്കെ കാണും. അതൊന്നും, അതിനേക്കാൾ അപ്പുറം കർത്താവിനോടുള്ള ഒരു തീഷ്ണത ഈ ഇടനെഞ്ചിൽ കൊണ്ട് നടന്ന്, അതാണ് സ്നേഹം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എന്നെ മനസ്സിലാക്കാൻ കെൽപ്പുള്ളവനാണ്. ഞാൻ ചോദിക്കുന്നത് എനിക്ക് തരാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എന്നെ മനസ്സിലാക്കും, ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് കിട്ടും, ഉറപ്പ്. എൻ്റെ ദൈവം ഞാൻ ചോദിക്കുന്നതിനപ്പുറം അതുക്ക് മേലെ തരുന്നതാണ് ദൈവം. അതാണ് മക്കളെ വിശ്വാസം. ഈ രണ്ടും കൂടി ചേരുമ്പോൾ അത്ഭുതം, ഉറപ്പ്. ഓക്കെ, ഇനി ദൈവം ഡോണ്ട് ഡു ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവം പറയുന്ന ആ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് സാംസൺ നിങ്ങളോടുണ്ടോ? ഭയങ്കര ശക്തനായ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അത്രമാത്രം ഒരുക്കത്തോടെ വന്നവൻ ന്യായാധിപനായി മാറി. പക്ഷേ ഇടയ്ക്ക് വെച്ച് വഴിതെറ്റിപ്പോയി. ഒക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, മുടി മുറിക്കാൻ പാടില്ല, അന്യ സ്ത്രീകൾ മറ്റ് പല ഗോത്രങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. ഈ പുള്ളിക്കാരൻ ഈ 2 നിയമവും തെറ്റിച്ചു. ന്യായാധിപൻ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാ ചെയ്യണേ. ഈ നമ്മൾ അരിയെക്കാട്ടില്ല, പണ്ട് മക്കൾക്ക് അറിഞ്ഞൂടായിരിക്കുക, അമ്മൂമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി. അവരിങ്ങനെ കല്ലിൽ നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ അരയ്ക്കും. അതുപോലെ മാവാട്ടുന്ന പണി ചെയ്യേണ്ടി വന്നു. മാത്രമല്ല കണ്ണ് 2 അവർ കുത്തിപ്പൊട്ടിച്ചെടുത്തു. അപ്പോൾ അത്രമാത്രം ലോ ഗ്രേഡിൽ വന്നു അനുസരണക്കേട് കാണിച്ചത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അറിയാലോ, നമ്മുടെ ആദ്യ മാതാപിതാക്കളാരാ? ആദവും ഹവ്വയും. അവരെന്നാ ചെയ്തത്? അവർ അനുസരണക്കേട് എല്ലാം കൊടുത്തു. അത് ABCD എന്ന് പറഞ്ഞ് എല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, ഒന്ന് മാത്രം മക്കളെ ഇത് തുടരുത്, ഈ പഴം കഴിക്കരുത്. യെസ് നമ്മൾ തൊടത്തേ ഇല്ല, അവിടെ അടുത്തേ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ക്ലൈമാക്സിൽ എന്ത് ചെയ്തു? അവർ കഴിച്ചു. അങ്ങനെ വിശാലമായ പർദീസ, സുന്ദരമായ പർദീസ നഷ്ടപ്പെട്ടു. ഓക്കെ മക്കളെ, ഇനി ദൈവം ഇതുപോലെ അത്ഭുതങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഓക്കെ, അപ്പൊ അതിന് ഒരു കാര്യം, ഒന്നാമത്തെ 3 മെത്തേഡ് പറഞ്ഞുതരാവേ, 3 രീതികൾ. ഒന്ന്, ജേണൽ എഴുതണം. ജേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം നടന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ, നമുക്ക് സങ്കടം വരുമ്പോൾ, ചില കൺഫ്യൂഷൻസ് വരുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് എഴുതണം. അഡ്രസ്സ് ചെയ്യണം. ഇപ്പം ഇത് സിസ്റ്ററിൻ്റെ ആണ് കേട്ടോ. സിസ്റ്ററിൻ്റെ സിസ്റ്റർ ഉപയോഗിക്കുന്ന ജേണലാണ്. ഓക്കെ, നിങ്ങൾ വായിക്കണ്ട. സിസ്റ്റർ ദൈവത്തിന് വായിക്കാൻ വേണ്ടി, ഈശോ വായിക്കാൻ വേണ്ടി സിസ്റ്റർ എഴുതുന്നത്. സിസ്റ്ററിന് സന്തോഷം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ. പിന്നെ ഇതിപ്പം 2023 തുടങ്ങിയതാണ് സിസ്റ്റർ.
അപ്പോൾ ഓരോ സിസ്റ്റർ ഇങ്ങനെ മാറി മാറി പോവുമല്ലോ, ട്രാൻസ്ഫർ ഒക്കെ കിട്ടും സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കും. അപ്പം എല്ലാം ഇങ്ങനെ കൊണ്ടുപോകത്തില്ല, ചിലതൊക്കെ നശിപ്പിച്ച് കളയും. അപ്പം ഇപ്പം കയ്യിലുള്ളത് ഇതാണ്. അപ്പോൾ ഇതിൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ എഴുതും. അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു നോക്കും, ദൈവമേ, ദൈവം ചൊരിഞ്ഞ അത്ഭുതങ്ങൾ നോക്കി വായിക്കുമ്പോൾ ആ സങ്കടത്തിലൂടെ കടന്നു പോയപ്പം ദൈവം കൈപിടിച്ച വഴികളൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു പ്രതീക്ഷ ഇതൊക്കെ വരും. അപ്പം നമുക്ക് ഓർക്കും ദൈവം നമ്മളിലൂടെയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പം ഇത് ഒന്നാമത്തത് ജേർണലിങ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷം വരുവാണല്ലോ, പുതിയ വർഷം തുടങ്ങുമ്പോഴോ അല്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു നല്ലൊരു ഡയറി വായിക്കുക, എന്നിട്ട് എഴുതുക. അത് പേഴ്സണലായിട്ട് അഡ്രസ്സ് ചെയ്യണം. ഞാൻ എൻ്റെ ഈശോയ്ക്ക്, ഈശോയെ സുഖാണോ, എൻ്റെ അവസ്ഥ ഇതാണ്, ഈശോയെ ഒന്ന് ഇടപെടണേ എന്ന് പറഞ്ഞ് ഞാൻ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം. 3 പേപ്പർ. ഇത് സിസ്റ്ററിൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് പേപ്പർ അത്യാവശ്യം ഇല്ലെങ്കിൽ എന്നാ ചെയ്യുക, ഒരു ബുക്ക് എടുക്കുക, കോളം വരയ്ക്കുക. ഇപ്പോൾ ബുക്കും കൈവശം ഇല്ലെങ്കിൽ A4 സൈസ് പേപ്പർ എടുക്കുക, 3 കോളമായിട്ട് ഇടുക, ചാർട്ട് പേപ്പർ. ഓക്കെ. അതിൽ ഒന്നാമത്തെ പേപ്പർ ഇതൊക്കെ എഴുതുമ്പോൾ നല്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യണം കേട്ടോ. ഒന്ന് നമുക്ക് നീലപ്പേന എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള 10 സംഭവങ്ങൾ, ഒക്കെ 10 ഈവൻസ്, നല്ല സന്തോഷം തരുന്ന 10 ഈവൻസ് ഒക്കെ സംഭവങ്ങൾ. അപ്പം ഞാൻ 10 നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇപ്പം സിസ്റ്ററിൻ്റെ ലൈഫ് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ എൻ്റെ 10 സംഭവങ്ങൾ വീട്ടിൽ വെച്ച് വീടുമായിട്ട് ചിന്തിക്കുമ്പോൾ അസുഖം വന്നപ്പം പപ്പ സിസ്റ്ററിനെ കെയർ ചെയ്ത രീതി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എന്നും വന്നും മരുന്ന് വയ്ക്കുന്നു, ഭക്ഷണം വാങ്ങിത്തരുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പപ്പയുമായിട്ടുള്ള ഇടപെടൽ. ഓക്കെ. രണ്ടാമത്തെ ബെസ്റ്റ് സംഭവം മേ ബി സിസ്റ്ററിന് SSLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയത്, പ്രതീക്ഷിച്ചതിനപ്പുറം നല്ല ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടിയത്. ഒക്കെ അത് സന്തോഷമായിട്ടുള്ള ഒരു സംഭവം. മൂന്നാമത്തേത് തന്നെ സിസ്റ്റർ കുറച്ചുകൂടി വലുതായപ്പോൾ സിസ്റ്ററിന് വിദേശത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 4 രാജ്യങ്ങൾ കാണാൻ പറ്റിയത്. ഓക്കെ. ഇതൊക്കെ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവങ്ങളാണ്. അവിടെ പോയി കാണുന്നു, ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നു, ഇടപെടുന്നു, കാണാത്ത കാഴ്ചകൾ കാണുന്നു. അപ്പോൾ ഇതുപോലെ 3 എഴുതി ഇതുപോലെ 1 by 1 ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. ആ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെത്താനെ ചോദിക്കണ, what do you feel now? ഇപ്പം എന്ത് തോന്നുന്നു? ദൈവമേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നല്ലോ, ദൈവത്തിന് നന്ദി, അല്ലേ? അതല്ലേ ഒരു സങ്കടമാണോ വരുന്നത്? ഇല്ല, സന്തോഷം, സമാധാനം, ഒരു എന്താണ്, ദൈവത്തോട് കുറച്ചുകൂടി സ്നേഹം തോന്നും. അടുത്ത പേപ്പർ എടുക്കാം. ഓക്കെ. മക്കൾ ചെയ്യാനുള്ളതാണ്, ചെയ്യില്ലേ? ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് ഹൈലി പോസിറ്റീവായിട്ടുള്ള 10 കഴിവുകൾ. ഓക്കെ. എൻ്റെ 10 കഴിവുകൾ. ഒക്കെ നമുക്ക് ഒത്തിരി കഴിവ് ദൈവം തന്നിട്ടുണ്ട്. 10 ഒന്നുമല്ല, ഒരു പേപ്പർ തന്നാൽ 100 എഴുതേണ്ട കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സിസ്റ്ററിൻ്റെ ലൈഫിൽ ചുമ്മാ ചിന്തിക്കുമ്പോൾ എന്നാ, ചിരിക്കാനുള്ള കഴിവ്, പുഞ്ചിരിക്കാനുള്ള കഴിവ്, ചിരി ഒരു ഇതാണ്. രണ്ടാമത്തത് നല്ല വാക്കുകൾ. ഇങ്ങനെ അടിപിടി കൂടുമ്പോൾ കുറച്ച് സമാധാനപ്പെട്ട് അടി കുറച്ചുകൂടി ഭയങ്കര ഹൈ ലെവൽ അടിയായി മാറ്റാതെ ചെറിയ രീതിയിൽ അത് കുറയ്ക്കാൻ, മയമുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ്. ഓക്കെ. മയമുള്ള വാക്കുകൾ. അത്യാവശ്യം സിസ്റ്ററിന് ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ. ക്ലാസ് എടുക്കാനുള്ള കഴിവ്. നാലാമത്തേത് തന്നെ, ഇപ്പോൾ ഒരു MC റോളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ സിസ്റ്ററിന് അധികം ബുദ്ധിമുട്ടില്ലാതെയൊക്കെ ചെയ്യാൻ പറ്റും. 5 ക്ഷമിക്കാൻ പറ്റും. ഓക്കെ. ഇതുപോലെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ സിസ്റ്റർ 5 കഴിവുകൾ എഴുതി. ഇതുപോലെ മക്കൾ നിങ്ങളെ പറ്റിയുള്ള കഴിവ് എഴുതണം. ഒരു 100 എഴുതിയാൽ സബാഷ്, ഫണ്ടാസ്റ്റിക്, നിങ്ങൾ പിന്നെ എക്സലൻ്റ് ആണ്. ഒരു 50 ഒന്ന് എഴുതാൻ ശ്രമിക്കണം. ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു 25 ചെയ്യണം. ചെയ്യണം മക്കളെ. അപ്പോഴെന്നാ നമുക്ക് കുറച്ചുകൂടി അഭിമാനം തോന്നും നമ്മളെപ്പറ്റി. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ പേപ്പർ. ഇനി മൂന്നാമത്തത് നമുക്ക് വേറൊരു കളർ എടുക്കാം, കറുപ്പെടുക്കാം. ഓക്കെ. മൂന്നാമത്തേതിൽ 10 വ്യക്തികൾ. ഓക്കെ. ഇതെന്താ, നമ്മളെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്തിട്ടുള്ള 10 വ്യക്തികൾ. ഓക്കെ. അവരെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നണം. അപ്പോൾ സിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്ററിൻ്റെ പപ്പ, സിസ്റ്ററിൻ്റെ അമ്മ, പിന്നെ സിസ്റ്ററിൻ്റെ ചേച്ചി, സിസ്റ്ററിൻ്റെ ആങ്ങള ബ്രദറ്, അച്ഛൻ ബ്രദറ്. ഓക്കെ.
പിന്നെ എന്താ, സിസ്റ്ററിൻ്റെ സ്കൂളിലെ സലീല ടീച്ചർ, നല്ല സിസ്റ്ററിന് ഒത്തിരി അവസരങ്ങൾ തന്ന ഫാദർ ഡാനിയൽ പൂവണ്ണത്തിലച്ഛൻ, പിന്നെ എന്താ ഫാദർ ഷോജി. ഇങ്ങനെ നമ്മൾ കുറേ എഴുതണം. ഓക്കെ, നമ്മളെ ജീവിതത്തിൽ നന്മകൾ ചൊരിഞ്ഞ ഇതൊക്കെ ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കണം, ദൈവമേ ഇതൊക്കെ അത്ഭുതമല്ലേ മക്കളെ നമ്മളെ ജീവിതത്തിൽ. അപ്പോൾ ഇതെന്നാ ജീവിതത്തിൽ ദൈവം അനുവദിച്ച 10 നല്ല സുന്ദരമായ സംഭവങ്ങൾ. കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വലിയൊരു ഷോപ്പിംഗ് മോളിൽ പോയതായിരിക്കും, വിദേശത്ത് പപ്പയും അമ്മയെ കാണാൻ പോയതായിരിക്കും, അല്ലെങ്കിൽ സൂലോ പാർക്കിലോ ഒക്കെ പോയതായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ 10 സംഭവങ്ങൾ കണ്ടെത്തിയിട്ട് ദൈവത്തിന് നന്ദി പറയാം. പിന്നെ എന്താ, ഇത് 10 വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള, ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചിന്തിപ്പിച്ച 10 വ്യക്തികൾ. അടുത്ത പേപ്പറിലോ നമുക്ക് ദൈവം തന്ന 10 കഴിവുകൾ. ഇങ്ങനെ മക്കളെ നമ്മൾ എഴുതി ഇത് സാമ്പിളായിട്ട് 10 ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ അത്രമാത്രം നല്ലതാണ്. എഴുതി വരുമ്പോൾ നമ്മൾ മറ്റൊരു മോശയായി മാറും, മറ്റൊരു ഏലിയായി മാറും, പിന്നെ ആരാ ജോഷുവ, അങ്ങനെ തുടങ്ങി മറ്റൊരു ദൈവത്തിൻ്റെ സുനിക്കുട്ടിയായി മാറും. പ്രിയമുള്ള ആരാണ്, അരുണും സജിത്തും നിമിഷയും ഉണ്ണിയും ഒക്കെ ആയിട്ട് അങ്ങ് മാറും. ഓക്കെ, ചെയ്യില്ലേ? ഓക്കെ. അപ്പോൾ സിസ്റ്റർ 2 മെത്തേഡ് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കണ്ടെത്താൻ. ജീവിതത്തിൽ ഇപ്പം മാത്രമല്ല ഉടനീളം. ഒന്ന് ജേർണൽ എഴുതുക, രണ്ടാമത്തത് ഈ ലാസ്റ്റ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി, ഓക്കെ, ഒരു പേപ്പർ എടുക്കുക. ഓക്കെ, പറ്റുമെങ്കിൽ ഓടിപ്പോയി നിങ്ങൾക്ക് പേപ്പർ എടുത്തിട്ട് വരാം, പേപ്പറോ ബുക്കോ എടുത്തിട്ട് വരാം. ഓക്കെ, പേപ്പർ എടുക്കുന്നു. ഇതിൽ നമുക്ക് ഒരു ഹാർട്ട്, ഓക്കെ, നമുക്കൊരു ഹാർട്ട് വരയ്ക്കാം. ഓക്കെ, നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഹാർട്ട്. നമുക്കിപ്പോൾ തൽക്കാലം സുന്ദരമാക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ഹാർട്ട് നമുക്ക് വരയ്ക്കാം. സിസ്റ്റർ സാമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിൽ ആദ്യം ഇടിച്ചു തുടങ്ങിയത്, പ്രവർത്തിച്ചു തുടങ്ങിയത് ഹൃദയമാണ്. ഈ ഹൃദയം സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കും, ചേർത്ത് വെക്കത്തില്ല. ഓക്കെ, അപ്പം ഈ ഹൃദയത്തിൽ ഇരിക്കേണ്ട ദൈവമാണ്. ഓക്കെ മക്കളെ, വിചാരിക്കുക ഇത് നമ്മുടെ ഹൃദയം. ഈ ഹൃദയത്തിൽ നമുക്ക് എപ്പോഴാണ് വേദനയും സങ്കടവും ദുഃഖവും ഒക്കെ വരുന്നത്? മറ്റുള്ളവർ, ചില വ്യക്തികൾ പറയാൻ പാടില്ലാത്തത് പറയുമ്പോൾ, നമ്മളെ തരം താഴ്ത്ത് സംസാരിക്കുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമുക്ക് സങ്കടം വരില്ലേ? ഇല്ലേ? വരും. ഓക്കെ, അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സങ്കടവും ഭയങ്കര അസ്വസ്ഥതയും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നവർ. ഓക്കെ, വലിയവർക്കും ചെയ്യാം കേട്ടോ, നല്ലൊരു ടിപ്പാണ്. മാനസിക ആരോഗ്യമൊക്കെ സെറ്റാക്കാനുള്ള, ഓക്കെ, ഡിപ്രഷൻ, സ്ട്രെസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒഴിവാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് ഇത്. ഓക്കെ, കണ്ടുപിടിക്കുക ഓരോ വ്യക്തികളെ. നമ്മൾ ഇപ്പം മാത്രമല്ല ഇങ്ങനെ പുറകിലോട്ട് സഞ്ചരിക്കണം. ഓക്കെ, സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകണം. ആരെങ്കിലും ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ എന്നെ വെറുപ്പിച്ച് എന്നെ കരയിപ്പിച്ച്, പക്ഷെ ഇപ്പോഴോർക്കുമ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സ്ഥലം, ആ വ്യക്തി ഇട്ടിരുന്ന ഡ്രസ്സ്, ആ വ്യക്തിയുടെ ടോൺ ഓഫ് വോയിസ് മറക്കുന്നില്ല, പച്ചയായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇന്നലെ നടന്നതുപോലെയാണ് ഓർക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയുടെ പേര് എഴുതുവാണ്. ഓക്കെ, സിസ്റ്റർ വരച്ചിടാം. ഇങ്ങനെ ഓരോ വ്യക്തികളും. ഓക്കെ, സ്കൂളിൽ ആരെങ്കിലും ഉണ്ടോ? ഇന്ന ആളുണ്ട്, ഇന്ന കൂട്ടുകാരി എപ്പോഴും ഇതായിരുന്നു. ഓക്കെ, ഇനി കോളേജിൽ പഠിച്ചിരുന്നപ്പം ഓക്കെ അവിടെ ഒരു 3 പേരുണ്ട്. ഓക്കെ, ഇനി വീട്ടിലോ ആ ബന്ധുക്കളുടെ ഇന്ന ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇയാൾ വെറുതെ വിടാൻ പറ്റില്ല, ഇയാൾ ഓർക്കുമ്പോഴേ എനിക്ക് ദേഷ്യമാണ്. ഇങ്ങനെ ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആ പാട്ട് പഠിക്കാൻ പോയ സ്ഥലത്ത്, ട്യൂഷൻ പഠിക്കാൻ പോയ സ്ഥലത്ത്. ഓക്കെ, ഇതുപോലെ ഇതൊക്കെ ആരാ? എന്നെ സങ്കടപ്പെടുത്തിയ, എന്നെ വിഷമിപ്പിച്ച, ഇന്ന് ഓർക്കുമ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല, അവർക്ക് 2 കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഈ കുഞ്ഞു ലൈഫിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മുടെ അജണ്ട. ഓക്കെ, അപ്പം ഇനി അടുത്ത് ചെയ്യേണ്ടത്, അപ്പോൾ 1ാമത്തെ സ്റ്റെപ്പ് ഹാർട്ട് വരയ്ക്കുക. 2ാമത്തെ സ്റ്റെപ്പ് നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മക്കളെ, ഈശോ എന്താ പറഞ്ഞത്? നമ്മുടെ ഈശോയുടെ പ്രത്യേകത എന്താ? അടിക്കുമ്പോൾ 2 അടി അങ്ങോട്ട് കൂടുതൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കർത്താവ് പറഞ്ഞ് ക്ഷമിക്കണം, അങ്ങ് വിട്ടുവിടും, നോ പ്രോബ്ലം.
ഒക്കെ ഒന്ന് ക്ഷമിച്ചേരാ, അവനും ജീവിച്ചോട്ടെ, ഇറ്റ്സ് ഓക്കെ, ഞാനില്ലേ കൂടെ എന്നാണ് നമ്മുടെ ദൈവം പറയുന്നത്. ഒക്കെ ക്ഷമിക്കാനും പൊറുക്കാനും നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ സ്വന്തം അപ്പനായ നമ്മുടെ ദൈവം. ഓക്കെ, അപ്പൊ ഈ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, ഒന്നാമത്തെ ആള് ശരിക്കും ഇയാളോട് ക്ഷമിക്കാൻ തോന്നുന്നില്ല ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട്. പക്ഷെ ഞാൻ പറയണം, എൻ്റെ ദൈവമേ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ സജിത്തിനെ വെറുതെ വിടുന്നു. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. ഉണ്ടോ? ഇത് അടുത്തയാളെ ഞാൻ പറയണേ, എൻ്റെ ദൈവമേ, ഞാൻ ഈ വ്യക്തി എൻ്റെ കുടുംബത്തിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഈ അയൽക്കാരന് ഏറ്റവും കൂടുതൽ പ്രശ്നം തന്നയാളാണ്. പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഇദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞ് നമ്മൾ വെട്ടണം. ചുവന്ന ഇങ്കുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേനുകൊണ്ട് ഇങ്ങനെ വെട്ടി പറഞ്ഞ് വെട്ടണം കേട്ടോ. പറഞ്ഞ് ഈശോയുടെ നാമത്തെ പ്രതി നമ്മൾ ക്ഷമിക്കണം, എങ്കിലേ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ഈശോയുടെ നാമം ശക്തമായിട്ടുള്ള നാമമാണ്, പവറായിട്ടുള്ള നാമമാണ്. ഇങ്ങനെ വെട്ടി വരുമ്പോൾ എൻ്റെ മക്കളെ, നമ്മളുടെ ഹൃദയം കുറച്ചുകൂടി ക്ലീൻ ആവും. കർത്താവിൻ്റെ കൃപ അങ്ങനെ ഒഴുകി ഇറങ്ങാൻ പറ്റുന്ന ഒരു ഹൃദയമായി മാറും. മാറാലകളില്ലാത്ത, ടെൻഷനില്ലാത്ത, ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പാകപ്പെട്ട ഒരു ഹൃദയമായി മാറും. വേണ്ടേ നമുക്ക് തുടിക്കുന്ന ഹൃദയം? അതെ. അപ്പോൾ അതിൻ്റെ പേട്ടെ പറഞ്ഞിട്ട് എല്ലാം കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ സിസ്റ്റർ ഒന്ന് സംസാരിച്ചത് എന്താ? ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ അത് സ്നേഹത്തോടുകൂടി ഒത്തിരി വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അത് കണ്ണിനെ തന്നെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ അത്ഭുതങ്ങളിലേക്ക് നയിക്കും. അതിന് ഉദാഹരണം പറഞ്ഞത് എന്താ? ബൈബിളിലെ 3 പേരുടെ സംഭവം പറഞ്ഞായിരുന്നു. ഒന്ന്, മോശ ഒരു വടി കൊണ്ട് ഒരു വലിയ കൂറ്റം പാറയെ 2 തട്ട് തട്ടിയപ്പോൾ വെള്ളം ഒഴുകി വന്നു. അത് 40 വർഷം അവർക്ക് പാനം ചെയ്യാനുള്ള ജലം അതിൽ നിന്ന് കിട്ടി. അടുത്ത് വന്ന ജോഷു എന്താ ചെയ്തു? 7 തവണ എല്ലാ മനുഷ്യരും വലയം ചെയ്തിട്ട് ഒരു വലിയ മതിലിനെ നോക്കി എന്ന് പറഞ്ഞ് 6 തട്ടഹസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദും തരികടതോ എന്ന് പറയുന്നത് പോലെ മതിലെല്ലാം പൊടിഞ്ഞ് താഴെ വന്നു, അല്ലേ? കട്ടയും കട്ടളയും ഒക്കെ ആയിട്ട് വന്ന് പൊളിഞ്ഞു വീണു. അതാണ് ദൈവം പറയുന്ന കാര്യങ്ങൾ സംശയബുദ്ധിയില്ലാതെ, യുക്തിയും ബുദ്ധിയും ഇല്ലാതെ, വിശ്വാസം കണ്ണും പൂട്ടി അടിയൻ ഉത്തരവ് പോലെ എന്ന് പറഞ്ഞ് അത് ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തതോ, നാമാൻ 7 തവണ വെള്ളത്തിൽ ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖം എല്ലാം മാറി. ഓക്കെ. ഇതുപോലെ വിശ്വാസത്തോടെ ചെയ്യുക, അത്ഭുതം നടക്കും. ഇനി അത്ഭുതം നടക്കാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ എന്താ? അനുസരണക്കേടാണ്. ഓക്കെ. അതിന് പറഞ്ഞ എന്താ? സാംസൺ വലിയ ശക്തനായിരുന്നു, ന്യായാധിപനായിരുന്നു. ഒരു എല്ലുകൊണ്ട് 1000 ആൾക്കാരെ അടിച്ചു കൊല്ലാൻ പവറുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അവസാനം എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു, മുടി മുറിച്ചു, പല പെൺകുട്ടികളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ശ്രമം നടത്തി. അതിനാൽ എന്നാ സംഭവിച്ചു? അഭിഷേകമെല്ലാം ചോർന്നു പോയി. ഓക്കെ. അങ്ങനെ നമ്മൾ അനുസരണക്കേട് കാട്ടരുത്. ദൈവം പറഞ്ഞ ഇപ്പൊ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ അവർ നമ്മളെ വഴക്ക് പറയുമ്പോൾ എന്നാ ചെയ്യണം? അങ്ങോട്ടിട്ട് കൊടുക്കണോ? ഇല്ല, അത് ഈശോപ്പയ്ക്ക് ഇഷ്ടമില്ല. നമ്മൾ അവർ പറയുന്ന അനുസരിക്കുന്നു. കാരണം നമുക്ക് ഈ ലോകം തന്നതല്ലേ, നമുക്കുള്ളതല്ലേ. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവരുടേതാണ്, ഇട്ടിരിക്കുന്ന കമ്മല്, മാല എല്ലാം അവരുടെ സ്വന്തമാണ്. ഓക്കെ. അപ്പൊ അവരെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് മക്കളെ, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും സദയം കേൾക്കുക, ക്ഷമിക്കുക. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അമ്മയെ വിളിച്ച് പറയണം, അമ്മ രാവിലെ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞത്? അമ്മേരെ നല്ല മൂഡ് നോക്കണം. അമ്മ ഇങ്ങനെ കലഹിച്ച് നിൽക്കുമ്പോൾ പോയി പറയരുത്, അമ്മ ഇന്നലെ രാവിലെ എന്നെ അടിച്ചത് എനിക്ക് ഭയങ്കര വിഷമം വന്നു, അമ്മ അത് ഞാനല്ല ചെയ്തത് ശരിക്കും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹം കൂടും, അമ്മയ്ക്ക് നിങ്ങളെപ്പറ്റി അഭിമാനം തോന്നും. ഓക്കെ. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നടന്നോ ഇല്ലയോ അറിയാൻ വേണ്ടിയും അതുപോലെ കണ്ടുപിടിക്കുവാനുള്ള 3 വഴികളാണ് സിസ്റ്റർ പറഞ്ഞു തന്നത്. ഒന്ന്, ഈശോയ്ക്ക് ഒരു കത്തെഴുതണം, ജേണൽ എഴുതണം. ഓക്കെ. ദിവസം കിട്ടുമ്പോഴൊക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ എഴുതി, എൻ്റെ ഈശോയെ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന് എഴുതുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം എന്നാ പറഞ്ഞത്? ഒരു ബുക്കെടുത്ത് 3 കോളം വരച്ച് നമ്മളെ സ്വാധീനിച്ച 10 വ്യക്തികൾ, 10 കഴിവുകൾ, പിന്നെന്താ 10 സംഭവങ്ങൾ. ഓക്കെ. അത് ഈ 3 പേപ്പറിൽ എഴുതണം. 10ൽ കൂടുതൽ എഴുതിയ സബാഷ്. ഓക്കെ. അടുത്തത് എന്നാ പറഞ്ഞ? ലാസ്റ്റ് ഒരു ഹൃദയം വരയ്ക്കുക. നമ്മുടെ ഹൃദയം, ഈ ഹൃദയത്തിൽ ഇങ്ങനെ മാറാല പോലെ, അഴുക്ക് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരെ, ക്ഷമിക്കാത്ത ആൾക്കാരെ കണ്ടുപിടിക്കണം, അല്ലേ? വേസ്റ്റ് നമ്മൾ കൊണ്ടു നടക്കുമോ മക്കളെ? ഇല്ല, വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യും, കളയും. അതുപോലെ ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ക്ഷമിച്ച് അങ്ങ് പറഞ്ഞു വിടുക.
ഓക്കെ, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഹൃദയം തമ്പുരാന്റെ ഹൃദയം പോലെ തുടിക്കുന്ന ഹൃദയമായി മാറും. വേണ്ടേ? ഇതുപോലെ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു അത്ഭുതത്തിന്റെ കലവറയായി ഓരോ കുഞ്ഞുമക്കളും ഓരോ വ്യക്തികളും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.